ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈസ്റ്റർ ക്രിസ്മസ് ഒക്കെ അടിപൊളിയാക്കാനുള്ളൊരു റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഈ 2 കപ്പ് അരിന് ഒരു 2 മണിക്കൂറോളം വെള്ളത്തിൽ നല്ലപോലെ ഇട്ട് കുതിർത്തി എടുത്തിരിക്കുന്നതാണ്. ശേഷം അതിനൊന്ന് ഒരു അരിപ്പയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെ ഒന്ന് മിക്സിയിലിട്ട് നല്ല പോലെ പൊടിച്ചെടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ വേണം. ഇവിടെ ഞാൻ ഒരു തേങ്ങയുടെ പകുതി മുറിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ല പോലെ അടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് വട്ടയപ്പത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര വേണം. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് മാറ്റി കൊടുക്കാം. ഇനി ഞാനിവിടെ 1 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്മെല്ലൊക്കെ കിട്ടാനായിട്ട് ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ആവശ്യമുണ്ടെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി, കാഷ്നട്ട്, കിസ്മസ് അങ്ങനത്തെ പോലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഏലക്കായ മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ അരിനെ ഒന്ന് നല്ല പോലെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. ഞാൻ ജാറിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് നല്ല പോലെ പൊടിച്ചെടുക്കുക. ഇപ്പം ഞാൻ പൊടി ഒന്ന് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അരി ഒന്ന് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇതേപോലെയുള്ള ചില കട്ടകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കൈയും കൊണ്ട് തന്നെ ഒന്ന് നല്ലപോലെ ഉടച്ചെടുക്കുക. നമ്മൾ ഈസ്റ്ററൊക്കെ ആയിട്ട് എല്ലാവരും എന്തായാലും വീട്ടിൽ വട്ടയപ്പൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൽ നല്ല സോഫ്റ്റാണ് ഈ വട്ടയപ്പം. അപ്പോൾ ഇത്തവണത്തെ ഈസ്റ്ററിന് എല്ലാവരും ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ടുട്ടൂസ് കിച്ചൻ്റെ ഏതെങ്കിലും റെസിപ്പീസ് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസിപ്പീസ് ഏത് റെസിപ്പിയാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ടുട്ടൂസ് അല്ലെങ്കിൽ ടുട്ടൂസ് കിച്ചൺ അടിച്ചു കൊടുത്തിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക. ടുട്ടൂസിൻ്റെ സ്പെല്ലിങ് പലർക്കും തെറ്റിപ്പോവാറുണ്ട്. TUTTUZE അതാണ് ടുട്ടൂസിൻ്റെ സ്പെല്ലിങ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റെസിപ്പീസ് എന്താണെന്ന് വെച്ചാൽ ആ റെസിപ്പിയുടെ നെയിമിൻ്റെ കൂടെ ടുട്ടൂസ് അല്ലെങ്കിൽ ടുട്ടൂസ് കിച്ചൺ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന റെസിപ്പീസ് ആണെങ്കിൽ നിങ്ങൾക്കത് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഈ പൊടി നല്ല പോലെ ഒന്ന് ഞാൻ കൈയും കൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി ഞാനിവിടെ ഒരു 1/2 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മധുരം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു 1 കപ്പ് വരെ ഷുഗർ ആഡ് ചെയ്യാം. ഇപ്പം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1 ടീസ്പൂൺ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈസ്റ്റൊക്കെ ഇപ്പോൾ വെള്ളയപ്പത്തിനായാലും ഈസ്റ്റൊക്കെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വെള്ളത്തിൽ സെപ്പറേറ്റ് ഇട്ടിട്ട് ഈസ്റ്റ് ആഡ് ചെയ്യണമെന്നൊന്നുമില്ല. ഇതേപോലെ തന്നെ നേരിട്ട് ഈസ്റ്റ് ആഡ് ചെയ്താലും മതിയാകും. ഇങ്ങനെ ചെയ്താലും നല്ല പോലെ നമ്മുടെ ബാറ്റർ പൊന്തി വരും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിവിടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 മുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് ഇതിനൊന്ന് ബാറ്ററാക്കി എടുക്കാം. ആദ്യം തന്നെ മൊത്തം പാലൊഴിക്കണമെന്നില്ല. ആവശ്യത്തിന് പാലൊഴിച്ച് ആദ്യം തന്നെ പാലൊഴിച്ച് നോക്കുക.
എന്താന്ന് വെച്ചാൽ പാലിൻ്റെ അളവ് കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാറ്ററിൻ്റെ കട്ടി ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും. അപ്പോൾ പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് വട്ടയപ്പം ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് ഈ ബാറ്ററിനെ ഒന്നും കൂടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കുക. ഞാൻ ഒന്നും കൂടെ ഒന്ന് ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല സ്മൂത്ത് മിക്സർ ആയിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് ഇതിനൊന്ന് പൊന്താൻ വെക്കുക. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വന്ന് നോക്കണം, അല്ലെങ്കിൽ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈസ്റ്റ് ഇട്ട് നമ്മളിത് പൊന്തിക്കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്ന് നോക്കുന്നതെങ്കിൽ ഈ ബാറ്ററി ഒന്ന് ഇരുന്ന് പോകും. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വന്ന് നോക്കി കൊടുക്കുക. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് നല്ലപോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കുക. ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വട്ടയപ്പം ഉണ്ടാക്കാനുള്ള മിക്സ് ഇവിടെ നല്ലപോലെ ഈസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം നല്ലപോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഒരു 5 ഏലക്കായാണ് പൊടിച്ച് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ വട്ടയപ്പം ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കണം. വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പാത്രത്തിൻ്റെ ഉള്ളിൽ അല്പം വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാത്രത്തിൽ നിന്ന് വട്ടയപ്പൊക്കെ റെഡി ആയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ അത് വേഗം വിട്ട് കിട്ടും. അപ്പോൾ എല്ലാ സൈഡിലും നല്ലപോലെ വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുക. സൈഡിലേക്കും പുരട്ടി കൊടുക്കുക. ഇപ്പോൾ ഈ പാത്രത്തിൽ ഞാൻ നല്ലപോലെ വെളിച്ചെണ്ണ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കുക. വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഒരു ഇഡ്ഡലി ചെമ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പിനെ തട്ട് വെച്ച് കൊടുക്കുക. ഇനി ആ വെള്ളം ഒന്ന് നല്ലപോലെ നമുക്ക് തിളയ്ക്കുമ്പോൾ നമ്മുടെ വട്ടയപ്പം നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. ഇപ്പൊ ഞാൻ അതിനകത്തേക്ക് പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ പാത്രം നിങ്ങൾ വെക്കുമ്പോൾ നല്ല ലെവലായിട്ട് തന്നെ വെക്കണം, അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ നമുക്ക് വട്ടയപ്പത്തിന്റെ ബാറ്റർ ഒഴിക്കുമ്പോൾ ഒരേപോലെ പൊന്തി വരില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വട്ടയപ്പത്തിന് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഈ ബാറ്റർ ഒഴിക്കുമ്പോൾ ഏകദേശം ഈ ഒരു ഭാഗം വരെ മാത്രം ഒഴിച്ചാൽ മതിയാകും. എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ള ഭാഗത്തിൽ ഇത് തന്നെ പൊന്തി വരും. നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ ഞാനിതിന് ബാറ്റർ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫുൾ ഫ്ലെയിമായിട്ട് ഇട്ട് വെക്കാം. എന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടുള്ളൂ. ഇനി നമുക്ക് മൂടി വയ്ക്കാം.
ഇത് നിങ്ങൾ മൂടി വെച്ച് കഴിഞ്ഞിട്ട് ഒരല്പം നേരം കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക, എങ്ങനെ ആയിട്ടുണ്ട് എന്ന് നോക്കുക. ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോൾ ഈ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം. ഇപ്പൊ കണ്ടോ, ഏകദേശം നമ്മുടെ വട്ടയപ്പം ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക കുറച്ചു നേരം. ഇപ്പൊ നമ്മുടെ വട്ടയപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നടുക്കൊന്ന് കുത്തി നോക്കാം. അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് നല്ലപോലെ ചൂടാറാൻ വെക്കണം. ഇപ്പൊ നമ്മുടെ സോഫ്റ്റ് കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റിയെടുക്കുക. അതിനായിട്ട് നമുക്ക് ഈ സൈഡ് ഒക്കെ ഒന്ന് കത്തിയും കൊണ്ടൊന്ന് വിടിപ്പിച്ചെടുക്കുക. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് ഈ വട്ടയപ്പം. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈസ്റ്ററിനൊക്കെ എല്ലാവരും വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്.